ഗൈസ്, ഇറ്റ്സ് മീ സാനിയ. വെൽക്കം ടു സാനിയ ടോക്കീസ്. നമ്മൾ ഇന്ന് ഓക്ലൻഡ് പോവാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഹാമിൽട്ടൺ, ന്യൂസിലാൻഡിലാണ്. ഞങ്ങൾ താമസിക്കുന്നത് ഹാമിൽട്ടണിലാണ്. അപ്പൊ നമ്മളിന്ന് ചെറിയൊരു ഔട്ടിംഗ് ഡേ അതാണ് ഇന്ന് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓക്ലൻഡ് ഒരു ഔട്ട്ലെറ്റ് മാൾ ഉണ്ട്, മനാവ ബേ, പിന്നെ അവിടെ ഐക്കെ. അപ്പോൾ നമ്മളിന്ന് അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവാ. പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഷോപ്പ് ചെയ്യാനില്ല, എന്തെങ്കിലും കണ്ടാൽ ഇഷ്ടപ്പെട്ട വാങ്ങാം, അത്രേ ഉള്ളൂ. ആക്ച്വലി നമ്മൾ രണ്ടുപേരും മാത്രമല്ല പോണത്. ഇതെന്റെ ഹസ്ബൻഡ് വിഷ്ണുവിന്റെ ഫ്രണ്ടിന്റെ ഫാമിലി ഉണ്ട്, റസൽ ചേട്ടനും ഫാമിലിയും. അപ്പൊ അവര് അവിടെ വെച്ച് നമ്മളെ മീറ്റ് ചെയ്യും. അങ്ങനെ അപ്പൊ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളും പോണ വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കാട്ടിത്തരാം. പിന്നെ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ, നാട്ടില് എന്റെ വീട് തൃശ്ശൂര്, വിഷ്ണു തിരുവനന്തപുരംകാരനാണ്. ഞാൻ പിന്നെ ന്യൂസിലാൻഡ് വന്നിട്ട് ഇപ്പതേ ഒരു ജൂൺ 25 3 months ആവുന്നേ ഉള്ളൂ. വിഷ്ണുവിടെ വർക്ക് ചെയ്യുക, ഞാൻ അങ്ങനെയാണ് ഇവിടെ വരുന്നത്. സോ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പതിയെ പതിയെ അടുത്ത വീഡിയോസിൽ കൂടുതൽ പരിചയപ്പെടാം. അപ്പൊ ശരി, ലെറ്റ്സ് ഗോ. ഇവിടെ ഇപ്പൊ ടൈം 11:45. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. അതിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ശീലം എനിക്കില്ല സത്യം പറഞ്ഞ, നാട്ടിൽ നിന്ന് വന്നപ്പോൾ. കാരണം ഞാൻ എണീക്കുമ്പോൾ തന്നെ ഒരു നേരമാവും. ഞാൻ വിസിറ്റിംഗ് വിസയിലാണ് വന്നു കൊടുക്കണേ കേട്ടോ. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ജൂൺ 25 3 മാസം ആവേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത വിസയ്ക്ക് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എണീക്കുമ്പോൾ ഒരു നേരമാവും. അപ്പം പിന്നെ ബ്രഞ്ചാവും, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ. വിഷ്ണു ആണെങ്കിൽ രാവിലെ എണീറ്റ് ജോലിക്ക് പോകും, പിന്നെ ഞാൻ വീട്ടിലോട്ടേക്കാം. അപ്പം അങ്ങനെ. അപ്പം ഞാൻ ഇന്ന് ഒന്നും കഴിക്കാത്തത് കൊണ്ടും ഒരു മഫിൻ എടുത്തു. ഇവിടുത്തെ മഫിൻസ് ഒക്കെ നല്ല സൈസാണ്. നമ്മുടെ നാട്ടിലെ കപ്പ് കേക്കിന്റെ ഒരു അച്ചാച്ചനായിട്ട് വരും സത്യം പറഞ്ഞാൽ. നല്ല ഫില്ലിങ്, ലൈക്ക് ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും. ഇതിപ്പോ റാസ്ബെറി മഫിനാണ് കാണുന്നുണ്ടോ, സൈസ് ഉണ്ട്. റാസ്ബെറി മഫിനാണ് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിക്കാം. ഇവിടുത്തെ മഫിൻസ് ഒക്കെ നല്ല ടേസ്റ്റ്. ഞാൻ ഇവിടുത്തെ മഫിൻസിന്റെ നല്ല ഫാനാണ്. നാട്ടില് ഞാൻ അങ്ങനെ ഷുഗർ കണ്ടന്റ് ഉള്ള ഭക്ഷണം കഴിക്കല് ഭയങ്കര കുറവാണ്. ഞാൻ ഭയങ്കര സ്പൈസി ഫുഡ് ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് നല്ല ഷുഗർ തീറ്റ കൂടുതൽ സത്യം പറഞ്ഞു. കാരണം ഇവിടുത്തെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുറച്ച് മൈൽഡ് മധുരം, ഭയങ്കര ഒടുക്കത്തെ മധുരം ഇല്ല. കേക്ക്സ് ആണെങ്കിലും ഡോണറ്റ്സ് ആണെങ്കിലും മഫിൻസ് ആണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ. ഇനി നമ്മളിപ്പോൾ നമ്മൾ മനാബാബിയിൽ എത്താൻ എത്ര ടൈം ഉണ്ട്? ഇനി ഒരു 20 മിനിറ്റേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ തന്നെ ഒരു 11:54 അപ്പൊ അങ്ങനെ ഞാൻ അവിടെ എത്തി. ഞാൻ അവിടെ കറങ്ങിയിട്ട് അവിടെ ഫുഡ് കഴിക്കുക, അതൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് നമുക്ക് ഞാൻ അവിടെ എത്തിയിട്ടുള്ള വിശേഷം അവിടെ എത്തിയിട്ട് ഞാൻ കാട്ടിത്തരാം. അപ്പൊ പോണ വഴിക്കുള്ള ലൈക്ക് റോട്ടിൽ കണ്ടിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാര്യങ്ങൾ അത് ഞാനിങ്ങനെ ഇടാം. ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. പിന്നെ എന്റെ ഫസ്റ്റ് വ്ലോഗ് ആയതുകൊണ്ട് അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടാവും. എന്താ പറയണ്ടേ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഒരു ഫ്ലോയിൽ എടുക്കാം. അപ്പൊ ഓക്കെ, ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ മനാവാബിയിൽ എത്തിയിട്ടോ. പാർക്കിങ്ങിനുള്ള സ്പേസ് നോക്കണം. വണ്ടി എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നമുക്കുള്ളിൽ കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. എന്താ പാർക്കിംഗ് ഇല്ലേ? അപ്പുറത്ത് തന്നെ ഒരു എയർപോർട്ട് അല്ല, അത് എയർപോർട്ട് ഉണ്ട്. അത് ഏത് എയർപോർട്ടാ? ഡൊമസ്റ്റിക് എയർപോർട്ട് ഉണ്ട്. പ്ലെയിൻ കണ്ടോ ഇപ്പൊ എന്നെ പാസ് ചെയ്തത്? നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ തന്നെ ഒരു പ്ലെയിൻ പാസ് ചെയ്തു. എന്തായാലും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. നമ്മളങ്ങനെ കാറ് പാർക്ക് ചെയ്തു. ആൻഡ് ഇതാണ് അങ്ങോട്ട് പോവാം.
അത്യാവശ്യം ഇന്ന് തിരക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊന്നും പർച്ചേസ് ചെയ്തില്ല. എന്നാലും ഒരു 1 മണിയായപ്പോൾ നമ്മൾ കയറിയില്ലേ, അതോ 12 നമ്മൾ കയറി. നമ്മൾ ഇറങ്ങിയപ്പോൾ ഇപ്പോൾ 4:30 അത്യാവശ്യം എല്ലാ കടകളിലും കയറി ഇറങ്ങി. പക്ഷെ ഒന്നും മേടിച്ചില്ല. ഞങ്ങളെ 2 weeks ബിഫോർ സെയിം അന്നായിരുന്നു. അന്ന് നൈക്കിന്ന് ഷൂസും കാര്യങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങിയുള്ളൂ. പിന്നെ ജസ്റ്റ് ഒന്ന് സ്നാക്ക് ചെയ്തു. ഇനി നമ്മൾ ഐക്കേക്കാണ് പോണത്. ഐക്കേലത്തെയും കുറച്ച് കാര്യങ്ങൾ ഞാൻ കാട്ടിത്തരാം. അത് കഴിഞ്ഞ് എന്തെങ്കിലും പ്ലാൻ ഇടുമോന്ന് അറിയില്ല. മറ്റേ വൈഡക്ട് ഹാർബർ അല്ലേ, ഓക്ലാൻഡിൽ. അത് അടിപൊളി സ്ഥലമാണ്. ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ പോയായിരുന്നു. അവിടെ പോവുകയാണെങ്കിൽ ഞാൻ അവിടുത്തെ വിഷ്വൽസും ആഡ് ചെയ്യാം. പോകുന്ന എനിക്ക് ഉറപ്പില്ല. അവിടെ പാർക്കിങ് കുറച്ച് സീനാണ്. ഇല്ലെങ്കിൽ ഞാൻ വാശി പിടിച്ചിട്ടാണെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞേനെ. കാരണം നിങ്ങൾക്ക് കാട്ടിത്തരാം. അത് അടിപൊളി സ്ഥലമാണ്. ഇന്ന് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വേറൊരു ദിവസം കാട്ടിത്തരാം. യെസ്, അപ്പം ഞാൻ ഐക്കേല് എങ്ങനെയുണ്ട്, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നോക്കാം. എത്തി ഗൈസ്. നമ്മള് മറ്റേ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിന്റെ ഫാമിലി, അവരെ വെയിറ്റ് ചെയ്യുക. അവരെത്തിയിട്ടില്ല. ഹലോ, ഞങ്ങളെ എൻട്രൻസിന്റെ അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ ഇറങ്ങിയോ കാറിന്? അവരിറങ്ങി. ഇപ്പൊ നമുക്ക് ഇറങ്ങാം. അപ്പൊ ഓക്കെ.
അങ്ങനെ നമ്മൾ ഐക്യം ഇറങ്ങിയെന്നൊരു ലോങ് ഡേ ആയിരുന്നു. രാവിലെ 10:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, രാത്രി 8:30 ആയി ഐക്യം ഇറങ്ങിയപ്പോൾ. നല്ല ടയേർഡായി. എന്നാലും എല്ലാവരും കൂടെ നന്നായി എൻജോയ് ചെയ്തു. നിങ്ങൾ എൻ്റെ കൂടെ എൻജോയ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഒരു കുട്ടി ഔട്ടിംഗ് വ്ളോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വ്ളോഗ്. ടാറ്റാ, ബൈ ബൈ.